23 വയസ്സായെങ്കിൽ മോനെ നീ നാളെ വീട്ടിലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞപ്പോൾ അമൽ ഞെട്ടിപ്പോയി. അതിന് പിന്നിലുള്ള കഥകൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയണ്ടേ? എന്തായാലും നമുക്ക് 21 വയസ്സ് കഴിഞ്ഞ അമലിൻ്റെ കഥകളൊന്ന് കേൾക്കാം. മാഡം, എൻ്റെ പേര് അമൽ. എനിക്കിപ്പോൾ 22 വയസ്സ് കഴിഞ്ഞു. +2 കഴിഞ്ഞപ്പോൾ എനിക്ക് ഡിഗ്രിക്ക് ഇഷ്ടമുള്ള കോഴ്സ് എടുക്കണമെന്നുണ്ടായിരുന്നു. വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ തിരഞ്ഞു വന്നപ്പോൾ അത് എറണാകുളം കഴിഞ്ഞ് ഒരു സ്ഥലത്താണ് കിട്ടിയത്. തൃശ്ശൂർ താമസിക്കുന്നതാണ് ബെറ്റർ. അവിടെ നിന്ന് പോയി വരികയാണ് ഏറ്റവും എളുപ്പം. അപ്പോൾ അവിടെ താമസിക്കേണ്ടി വരും. കോളേജിന് ഹോസ്റ്റലുണ്ടെങ്കിലും സൗകര്യം ഇത്തിരി കുറവാണ്. അതുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും അതിനടുത്തുള്ള ചെറിയൊരു ടൗണിലാണ് എനിക്ക് താമസ സൗകര്യം കണ്ടുപിടിച്ച് തന്നത്. ഡിഗ്രി കഴിഞ്ഞിട്ട് PGയും അവിടെ തന്നെയാണ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. ആ വിഷയത്തിൽ PGയും അവിടെയുണ്ട്. ടോട്ടൽ 5 വർഷം ആ കോളേജിൽ പഠിക്കേണ്ടി വരും. താമസ സ്ഥലം മാറാതിരുന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് അവിടെ താമസിക്കാൻ തുടങ്ങിയത്. 1-2 സ്റ്റുഡൻസ് കൂടി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷമായപ്പോൾ പെട്ടെന്ന് അവർ ആ വീട് വിൽക്കാൻ തീരുമാനിച്ചു. പെട്ടെന്ന് എങ്ങോട്ടേക്ക് മാറും? വലിയ സിറ്റി ഒന്നുമല്ല. താമസസ്ഥലം കിട്ടാൻ വലിയ പാടുമാണ്. കോളേജ് ഹോസ്റ്റലിലേക്ക് പോകുന്ന കാര്യം ഓർത്തപ്പോൾ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടതുമില്ല. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം അച്ഛനും അമ്മയും കൂടി ഒന്നുകൂടി വന്ന് ഒന്ന് അന്വേഷിച്ചത്. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ ജിതിനും കൂടെയുണ്ട്. അവനും എൻ്റെ അതേ ലക്ഷ്യമാണ്. ഇവിടെ 5 വർഷം പഠിക്കണം. അച്ഛൻ ഒരു സുഹൃത്തിനെ വെച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു വീടുണ്ട്. ഒരു ബ്യൂട്ടീഷ്യൻ ചേച്ചിയാണ് താഴെ താമസിക്കുന്നത്. അവിടെ സ്വന്തം വീടാണ്. മുകളിൽ ഒരു ബെഡ്റൂമും അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഏതെങ്കിലും ഫാമിലിക്ക് താമസിക്കാൻ കൊടുക്കണമെന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. 2 ആൺകുട്ടികളെ അവിടെ താമസിപ്പിച്ചാൽ നാട്ടുകാരെന്തെങ്കിലും പറയുമോ എന്ന് ആ ചേച്ചിയുടെ ഹസ്ബൻഡിന് ഒരു സംശയമുണ്ടായിരുന്നു. എങ്കിലും എൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് അവിടെ അറിയപ്പെടുന്ന ഒരാളാണ്. ആ കെയർ ഓഫിലാണ് ഞങ്ങൾ ആ വീട്ടിലേക്ക് താമസിക്കാൻ ചെന്നത്. ഞങ്ങളോട് 2 പേരോട് വാൺ ചെയ്തു, അവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത്. ഒത്തിരി ക്ലയൻസൊക്കെ ചേച്ചിയെ കാണാൻ വേണ്ടി വീട്ടിൽ വരുന്നതാണ്. താഴെ സുന്ദരികളായ ധാരാളം പെൺകുട്ടികൾ വരും. വീട്ടിൽ തന്നെയാണ് ബ്യൂട്ടി പാർലർ. പെണ്ണുങ്ങളുടെ സാന്നിധ്യം എപ്പോഴും ഉണ്ടാകും. ഞങ്ങൾ 2 ആൺകുട്ടികൾ അവർക്കൊരു ശല്യമാകരുതെന്ന് താക്കീത് ചെയ്തു. ഞങ്ങളുടെ സ്റ്റെയർ കേസ് ഒരു സൈഡിലാണ്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ഗേറ്റ് ഉണ്ട്. അത് വീടിൻ്റെ പുറകിലായിട്ട് വരും. അതിലെ കൂടെ പോവുകയും വരികയും ചെയ്യാമെന്ന് ഞങ്ങൾ 2 പേരും തീരുമാനിച്ചു. ഒരു കാരണവശാലും ചേച്ചിക്കും ചേട്ടനും ഞങ്ങളൊരു പ്രശ്നമല്ല. അവർക്ക് 2 പേർക്കും കുട്ടികളുമില്ല. പിന്നെ അവിടെ ധാരാളം പെണ്ണുങ്ങൾ വരുന്നല്ലോ. ഇനി ഞങ്ങൾ 2 ആണുങ്ങൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയാലോ? അത് വേണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ പുറകിൽ കൂടി പോവുകയും പുറകിൽ കൂടെ വന്ന് കയറുകയും ചെയ്തു. ഒരിക്കൽ പോലും അവരുടെ സിറ്റ് ഔട്ടിലോ പൂമുഖത്തോ ഒന്നും ഞങ്ങൾ പോയിട്ടില്ല. ആ ചേച്ചിയോടാണെങ്കിലും ഞങ്ങൾ സംസാരിക്കാനും പോകില്ല. ചേട്ടൻ വാടക ചോദിക്കാൻ വരുമ്പോഴേക്കും കറക്റ്റ് ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും. ഈ വസ്തുവെല്ലാം ബ്യൂട്ടീഷ്യനായ ആ ചേച്ചിയുടെയാണ്. ഭർത്താവിന് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലിയുണ്ട്. എങ്കിലും ഭാര്യയെ ഭയങ്കര സംശയമുള്ള രീതിയിലാണ് എപ്പോഴും സംസാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ചേച്ചിക്ക് ഭർത്താവിനെ ഇത്തിരി പേടിയുണ്ടെന്നാണ്. ചില സമയത്ത് പൊട്ടലും ചീറ്റലും പൊട്ടിത്തെറിയൊക്കെ കേൾക്കാം. പക്ഷേ ഞങ്ങളെ ബാധിക്കില്ലല്ലോ. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. രാത്രി താമസിച്ചു വന്നാലും അവരറിയുക പോലുമില്ല. അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുകയില്ല. അവരുടെ വീട്ടിൽ നിന്നും ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിക്കുന്നുമില്ല. ഞങ്ങൾ ചെന്ന് 3 മാസമായപ്പോൾ ഒരു ദിവസം ചേട്ടൻ ഞങ്ങളുടെ റൂമിൽ വന്ന് ഞങ്ങളുടെ സൗകര്യങ്ങളൊക്കെ അന്വേഷിച്ചു. എന്നിട്ട് ഞങ്ങളുടെ കൂടെ കുറേ നേരം ഇരുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്നതല്ല, ഇരുന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഒരു കണക്കിന് നോക്കിയാൽ ആൺകുട്ടികളെ ഇവിടെ താമസിപ്പിക്കുന്ന കാര്യം ഞാൻ ഒരിക്കലും ആലോചിച്ചതല്ല. പിന്നെ വൈശാഖൻ ചേട്ടൻ റെക്കമെൻഡ് ചെയ്തുകൊണ്ടാണ് നിങ്ങളിവിടെ താമസിപ്പിച്ചത്. നിങ്ങൾ എനിക്കൊരു തലവേദനയാകുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. ഇപ്പോൾ മനസ്സിലായി. പെൺകുട്ടികളെ താമസിപ്പിക്കുന്നതിനേക്കാൾ സേഫാണ് ആൺകുട്ടികളിവിടെ താമസിക്കുന്നത്. എനിക്ക് നിങ്ങളെക്കൊണ്ട് ഒരു പ്രശ്നമില്ല. ഞാൻ ചോദിച്ചു, അല്ലെങ്കിൽ എന്താ ചേട്ടാ പ്രശ്നം? ഇനി 2 ആണുങ്ങൾ വേറെ സ്വഭാവമുള്ളവരാണെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടാകുക? അപ്പോൾ പുള്ളി എടുത്തടിച്ച പോലെ പറയുകയാണ്, നിങ്ങൾക്കറിയാമോ, എൻ്റെ ഭാര്യ ഒരു സെലിബ്രിറ്റി ബ്യൂട്ടീഷ്യനാണ്. അവളുടെ പുറകെ ഒത്തിരി ആണുങ്ങൾ ഇങ്ങനെ നടപ്പുണ്ട്. അവളെ ആരെ കണ്ടാലും ഒന്ന് നോക്കും. ചെറുപ്പക്കാരൊക്കെ അവളോട് വന്ന് കൂട്ടുകൂടുകയും നമ്പരൊക്കെ വാങ്ങുകയും ചെയ്യാറുണ്ട്. എല്ലാം ബ്യൂട്ടി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ അതിനിടയിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ ഭാര്യ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് വല്ലാത്ത പ്രശ്നമാകും എനിക്ക്. അത്രയ്ക്കും അവളെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് ഞാനിവിടെ ആണുങ്ങളെ താമസിപ്പിക്കില്ല എന്ന് വിചാരിച്ചതാണ്. നിങ്ങൾ വന്നപ്പോൾ എനിക്ക് വല്ലാത്ത സംഭ്രമമുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ പുള്ളിക്കാരിയോട് യാതൊരു വിധത്തിലും സംസാരിക്കുകയും ഒന്നും ചെയ്യാതെ അച്ചടക്കത്തോടുകൂടി കഴിയുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായത്. അതിൻ്റെ ഒരു നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണെന്ന് പറഞ്ഞു. ശരി ചേട്ടാ,
നന്ദി ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിലേക്കുള്ള പെൺകുട്ടികളെ ചേട്ടൻ കണ്ടിട്ടില്ലല്ലോ. ഒരു ദിവസം കോളേജിലേക്ക് വാ, എന്ത് സുന്ദരികളാണെന്നറിയാമോ. ഇപ്പോൾ പ്രേമിക്കണമെങ്കിലോ കല്യാണം കഴിക്കണമെങ്കിലോ ഒന്നും ഞങ്ങൾക്കതിൽ നിന്ന് ഒരു പെൺകുട്ടിയെ സെലക്ട് ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല. ആക്ച്വലി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രേമമുണ്ട്, ഞങ്ങൾ കമ്മിറ്റഡുമാണ്. അപ്പോൾ പിന്നെ മറ്റു സ്ത്രീകളെ ഞങ്ങൾ നോക്കേണ്ട കാര്യമില്ലല്ലോ. ചേച്ചിയെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ചേച്ചിയായിട്ടേ കണ്ടിട്ടുള്ളൂ. പിന്നെ ചേട്ടൻ നേരത്തെ വാൺ ചെയ്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അതുകൊണ്ട് ഞങ്ങളെ രണ്ടുപേരെ ഓർത്ത് ചേട്ടൻ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല. പിന്നെ വേണമെങ്കിൽ ഏതെങ്കിലും പാർട്ടീഷനോ മധുരോ വല്ലതും കെട്ടിത്തിരിച്ചോ, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരികയില്ലെന്ന് പറഞ്ഞു. ഓ, അതൊന്നും വേണ്ട, നിങ്ങളെ ഞാൻ സസൂക്ഷ്മം നിരീക്ഷിച്ചു. നിങ്ങൾ നല്ലവരാണെന്ന് അറിഞ്ഞുകൊണ്ടാണല്ലോ ഞാനിവിടെ വന്ന് നിങ്ങൾക്ക് നന്ദി പറഞ്ഞത്. ഓക്കെ ചേട്ടാ, താങ്ക് യു എന്ന് പറഞ്ഞു. അയാൾ പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, എടാ ഇത് എന്തൊരു തലവേദനയാണ്, ഇങ്ങർക്ക് സ്വന്തം ഭാര്യയെ യാതൊരു വിശ്വാസമില്ല, സംശയരോഗിയാണെന്ന് നമ്മൾ സംശയിച്ചത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇയാൾ എന്തിനാണ് ആ സ്ത്രീയെ കിട്ടി ആ സ്ത്രീയുടെ ജീവിതം കൂടി നശിപ്പിക്കുന്നത്? അവർ അതീവ സുന്ദരിയായ ഒരു സ്ത്രീ കുരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയെന്ന് പണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെയാണിതെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചിരിച്ചു. ഈ സംഭവം കഴിഞ്ഞ് ഒരു 3 ദിവസമായി കാണും ഞങ്ങൾ കോളേജിൽ നിന്ന് വന്നു. എന്നാൽ ഒരു ചായ കുടിച്ചേക്കാം എന്ന് വിചാരിച്ച് ഇൻഡക്ഷൻ കുക്കറിൽ ചായ ഉണ്ടാക്കി കഴിച്ചു. വൈകിട്ടൊക്കെ ഞങ്ങൾ പുറത്തൊരു തട്ടുകടയുണ്ട്, അവിടെ നിന്നാണ് കഴിക്കുന്നത് സ്ഥിരമായിട്ട്. അവിടെ എല്ലാ ദിവസവും തുറക്കും. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു മഴക്കോളമുണ്ട്, ചാറ്റൽ മഴയും പെയ്യുന്നുണ്ട്. അപ്പോഴുണ്ട് ചേച്ചി നനഞ്ഞ മുകളിലേക്ക് കയറി വരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങൾ വന്നതിൽ പിന്നെ ചേച്ചി മുകളിലേക്ക് കയറി വരുന്നത്. ഞങ്ങൾ രണ്ടുപേരും അത് കണ്ട് അത്ഭുതപ്പെട്ടു. ഞങ്ങൾ എഴുന്നേറ്റപ്പോൾ അവിടെ ഇരിക്കെ ഞാനിവിടെ ഇരുന്നോളാന്ന് പറഞ്ഞിട്ട് ചേച്ചി ബാൽക്കണിയിൽ ഒരു അരപ്ലേസ് പോലെ സ്ഥലമുണ്ട്, അവിടെ ഇരുന്നു. അല്ല ചേച്ചി, ചേച്ചി എന്തിനാ ഇങ്ങോട്ട് വന്നത്? നിങ്ങളോട് സംസാരിക്കാൻ സാന്ദ്രമായിട്ട് ഒരു സമയം ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ചേച്ചിയുടെ ഹസ്ബൻഡ് എന്തേ? പുള്ളി ഇവിടെ ഇല്ല, മംഗലാപുരത്ത് പോയതാണ്, മറ്റന്നാൾ മാത്രമേ വരികയുള്ളൂ എന്ന് പറഞ്ഞു. ആഹാ, സാധാരണ പുള്ളിക്കാരൻ എങ്ങും പോകാറില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി എന്നെ ഒന്ന് നോക്കി. അല്ല, എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും എന്നെക്കുറിച്ച് എന്താ കരുതുന്നതെന്ന്. ചേച്ചിയെക്കുറിച്ച് ഞങ്ങൾ നല്ലത് മാത്രമേ കരുതുന്നുള്ളൂ. ആ, എനിക്കറിയാം. പക്ഷേ അതല്ല, എൻ്റെ ഭർത്താവിനെക്കുറിച്ച് നിങ്ങൾ സംശയരോഗിയാണെന്ന് മനസ്സിൽ ഒരു വട്ടമെങ്കിലും സംശയിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചു. ഞങ്ങൾ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി. ഒന്നും മിണ്ടിയില്ല. നിങ്ങളല്ല, ഈ നാട്ടുകാർക്കെല്ലാം സത്യം അറിയാവുന്ന കാര്യമാണ്. ചേച്ചി, നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണോ എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി, ഞാൻ പ്രേമിച്ചൊന്നും കല്യാണം കഴിച്ചതല്ല. അത് ചേച്ചി, പ്രേമിക്കുന്നത് തെറ്റാണോ? പ്രേമിക്കുന്നത് തെറ്റൊന്നുമല്ല, ഞാനും പ്രേമിച്ചിരുന്നു. പക്ഷേ പ്രേമിച്ച ആളെ എനിക്ക് കിട്ടിയില്ല. അത് പഴയൊരു കഥ. പക്ഷേ അതിലും കൂടുതൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജാതകമായിരുന്നു. ജാതകത്തിൽ എല്ലാവരും വിശ്വസിക്കുന്ന ഒരു വീടാണ്. അങ്ങനെയുള്ളപ്പോൾ അത് ചേരുന്ന ഒരാളെ കൊണ്ട് മാത്രമേ എന്നെ കല്യാണം കഴിപ്പിക്കുകയുള്ളൂ. അങ്ങനെ വന്ന ഒരു വരനാണിത്. ചേച്ചിയുടെ ഭർത്താവിന് ശരിക്കും ചേച്ചിയേക്കാൾ ഒത്തിരി വയസ്സിന് പ്രായം കൂടുതലല്ലേ? അതേ മോനെ, 11 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പക്ഷേ സമ്മതിക്കേണ്ടി വന്നു, വേറെ ഓപ്ഷനൊന്നുമില്ല. അന്നങ്ങേർ ഗൾഫിലായിരുന്നു, പണമൊക്കെ ഇഷ്ടം പോലെയുണ്ട്. അത് കണ്ടപ്പോൾ വീട്ടുകാരെന്നെ നിർബന്ധിച്ചു. പിന്നെന്ത് ചെയ്യാൻ? കല്യാണം കഴിഞ്ഞ് ശരിക്കും ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലാണ് വന്നത്. പക്ഷേ ആദ്യ ദിവസം മുതൽ ഇങ്ങേർ എനിക്ക് 100 കൂട്ടം നിയന്ത്രണങ്ങൾ വെച്ചു. മറ്റാണുങ്ങളെ ഞാൻ നോക്കാനും സംസാരിക്കാനും പാടില്ല. ബന്ധുക്കളല്ലാത്ത ആണുങ്ങൾ എന്നെ കാണാനും വരാൻ പാടില്ല. സുഹൃത്തുക്കളെ ഉപേക്ഷിക്കണം. അങ്ങനെയൊക്കെയുള്ള 100 കൂട്ടം കാര്യങ്ങൾ പെട്ടുപോയെന്ന് ആദ്യ ദിവസം തന്നെ എനിക്ക് മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോലിക്ക് പോകണമെന്ന് ഒത്തിരി ആഗ്രഹമായിരുന്നു. പക്ഷെ സമ്മതിക്കില്ല. അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് ബ്യൂട്ടീഷ്യൻ ആകണമെന്ന്. അങ്ങനെ കോഴ്സിന് പോയി. അതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചില്ല. കാര്യം സ്ത്രീകൾ മാത്രമല്ലേ വരുന്നുള്ളൂ, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല. ആ സമയത്താണ് അമ്മായിമ്മയും ഞാനും കൂടി അസാരസ്യങ്ങളൊക്കെ തുടങ്ങിയത്. പിന്നെ എൻ്റെ പണം കൊണ്ടാണ് ഞാൻ ഈ വീടും ഈ സ്ഥലമൊക്കെ വാങ്ങിച്ചത്. എനിക്ക് വീട്ടിൽ തന്നെ ബ്യൂട്ടി പാർലർ വേണമെന്നുണ്ട്. കാര്യം ടൗണിലും വിടാൻ ഇങ്ങനെ സമ്മതിക്കില്ല. അതിനൊക്കെ അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. എൻ്റെ വീട് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൽ സ്വാതന്ത്ര്യം വേണം. നാളെ ഒരു സമയത്ത് സംശയരോഗം മൂത്ത് എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും. അതുകൊണ്ട് 5 പൈസ പോലും ഈ ഒരു ബിൽഡിങ്ങിൽ ഭർത്താവ് ചിലവാക്കിയിട്ടില്ല. അതിനൊന്നൊരു പ്രശ്നമില്ല. അത്ര എൻ്റെ വാശികളൊക്കെ അംഗീകരിച്ചു തരും. ആണുങ്ങളുടെ കാര്യങ്ങൾ മാത്രം പറയരുത്, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ എന്ത് പറഞ്ഞാലും അതേപടി അനുസരിക്കുന്ന കൂട്ടത്തിലാണ്. എന്ന് വെച്ച് പുള്ളിക്കാരന് പണമില്ലെന്ന് വിചാരിക്കരുത്. എൻ്റെ ആകെക്കൂട്ടിലുള്ളൊരു സ്വത്ത് ഇതാണ്, വേറെ സേവിങ്സ് ഒന്നുമില്ല.
പക്ഷേ പുള്ളിക്ക് അങ്ങനെയല്ല. കോടിക്കണക്കിന് സേവിങ്സുമുണ്ട്, വേറെ 3-4 വീടുകളുമുണ്ട്, വീട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം പരിപോഷിപ്പിക്കുന്നുമുണ്ട്. എന്നാലും പുള്ളി മാത്രം അതൊക്കെ ഡീൽ ചെയ്യും. പണ്ട് കേട്ടിട്ടില്ലേ, ഏതോ രാജകുമാരിയെ കോട്ടയിൽ തടവിലാക്കിയെന്ന് എന്ന് പറഞ്ഞതുപോലെയാണ് എൻ്റെ അവസ്ഥ. പുറത്തുനിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് വരും. ആ സമയത്ത് പെണ്ണുങ്ങളൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നല്ലാതെ ഇങ്ങേരുടെ കൂടെ അല്ലാതെ പുറത്തേക്ക് പോകാൻ സമ്മതിക്കില്ല. തനിയെ ഞാൻ എവിടെയും പോകില്ല, എല്ലാറ്റിനും കൂടെ വരും. അതുകൊണ്ടാണ് ഗൾഫിലെ ജോലി രാജിവെച്ച് ഇവിടെ ഒരു കമ്പനിയിൽ കൂടിയത്. കമ്പനി എന്നൊക്കെ പേരേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെതാണ്. അവിടെ നിക്ഷേപങ്ങളുമുണ്ട്. പിന്നെ എന്ത് വേണം? എപ്പോൾ വേണമെങ്കിലും വരാം, എപ്പോൾ വേണമെങ്കിലും പോകാം. പേരിന് ജോലിയുമുണ്ട്. അങ്ങനെയാണ് എൻ്റെ അവസ്ഥ. ഒരു കണക്കിന് നോക്കുമ്പോൾ ഞാൻ ഒരു രാജകുമാരിയാണ്, മറുകണക്കിന് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരു തടവറയുമാണ്. ഇതാണ് എൻ്റെ സ്ഥിതി. പിന്നെ നിങ്ങളോട് കാര്യങ്ങളൊന്നും ചോദിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. നിങ്ങളുടെ വിശദവിവരങ്ങളെല്ലാം എനിക്കറിയണമെന്ന് പറഞ്ഞ് ചേച്ചി എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽസ് ആയിട്ട് ചോദിച്ച് മറുപടി പറഞ്ഞു. എന്നിട്ട് ഞങ്ങളോട് രണ്ടുപേരോടും പറഞ്ഞു, ഇന്നും നാളെ രാവിലെയും നാളെ വൈകിട്ടും ഒക്കെ ഞാൻ ഭക്ഷണം വെച്ച് മുകളിൽ കൊണ്ടുതരാം. നിങ്ങൾ താഴോട്ട് വരണ്ട, എങ്കിലും എൻ്റെ ഭക്ഷണം നിങ്ങൾ കഴിക്കണമെന്ന് പറഞ്ഞു. വേണ്ട ചേച്ചി, അതൊക്കെ അസൗകര്യമാകും, വേണം എന്ന് പറഞ്ഞ് ചേച്ചി ഞങ്ങളുടെ രണ്ടുപേരുടെയും നമ്പർ വാങ്ങിച്ചുകൊണ്ട് പോയി. എന്നിട്ട് പറഞ്ഞു, ഞാൻ വാട്സാപ്പിൽ കൂടെ മാത്രം മെസ്സേജ് അയക്കൂ, കോള് ഒരിക്കലും ഞാൻ വിളിക്കില്ല. യഥാർത്ഥത്തിലും ഞാൻ മൊബൈലിൽ നിന്ന് അങ്ങോട്ട് വിളിക്കില്ല, വിളിച്ചാൽ നിങ്ങൾ ഒട്ടെടുക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞു. ചേച്ചി, ഇത്രയ്ക്കൊക്കെ കഷ്ടപ്പെട്ട് എന്തിനാ ഞങ്ങളുടെ നമ്പർ? മനുഷ്യനല്ലേ, എന്തെങ്കിലും ആവശ്യം വരില്ലേ? അങ്ങനെ അറിയാതെ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് തരണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ. നിങ്ങൾ വന്നേ പിന്നെ എങ്ങും പോയിട്ടില്ല. കാര്യം 2 ആൺകുട്ടികളല്ലേ, പേടിയായിരുന്നു. നിങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് നിങ്ങൾ ഓക്കെ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ദൂരയാത്രകളൊക്കെ തുടങ്ങിയത്. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സംസാരിക്കാൻ പറ്റും, എന്നാലും സൂക്ഷിക്കണം. സംശയരോഗ്യ, അതുകൊണ്ടാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. ഇഷ്ടംപോലെ പണവും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. സ്നേഹാധിക്യം, സംശയരോഗം അത് മാനസികമാണെന്ന് അറിയാമല്ലോ. എന്ത് ചെയ്യാൻ, പെട്ടുപോയില്ലേ? നിങ്ങൾക്ക് കുട്ടികളൊന്നും ആയില്ലേ ചേച്ചി എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, ആ കഥകൾ കൊച്ചുകുട്ടികളായി നിങ്ങളോട് ഞാൻ എങ്ങനെ പറഞ്ഞത്? വർഷങ്ങളായി മൂത്ത് നരച്ച് ഗൾഫിൽ നിൽക്കുകയായിരുന്നു. അതിൻ്റെതായ കുഴപ്പങ്ങളുണ്ടെന്ന് കരുതിക്കോളൂ. എന്തായാലും ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേർക്ക് ഇത് വലിയ പ്രശ്നമൊന്നുമല്ല, അവർക്കെല്ലാം അറിയാമല്ലോ. നമ്മൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ വലിയ പ്രായവ്യത്യാസം പോലുമില്ല. പിന്നെ ഞാൻ ചേച്ചിയായിട്ട് അങ്ങ് ചമയുന്നതേ ഉള്ളൂ, അല്ലാതെ എന്താ മക്കളെ എന്ന് പറഞ്ഞിട്ട് ചേച്ചി പോയി. ഒരു കണക്കിന് നോക്കുമ്പോൾ അവരുടെ കാര്യം കഷ്ടമാണ്. ഇഷ്ടം പോലെ പണമുണ്ട്, പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? പിന്നീട് ഭർത്താവില്ലെങ്കിൽ ചേച്ചി മുകളിലേക്ക് കയറി വന്ന് സംസാരിക്കും. ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുത്തരും, അതേപോലെ ഞങ്ങളോട് പലതും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും. ഭക്ഷണം, മേക്കപ്പ് ഐറ്റംസ്, ഒത്തിരി കാര്യങ്ങൾ. അതിനെല്ലാം ഞങ്ങൾക്ക് പൈസ തരും. ചിലപ്പോൾ ബാക്കിയുണ്ടെങ്കിൽ വാങ്ങിക്കുകയില്ല. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ അടിച്ചു പൊളിക്കൂ, സിനിമ കാണാൻ പോകൂ എന്നൊക്കെ പറയും. പക്ഷേ പുള്ളിക്കാരുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് കാണില്ല, ഒന്നും കാണില്ല. അവർ ഇങ്ങോട്ട് നോക്കുകയില്ല. ഒരു പ്രത്യേക രീതിയിൽ അഭിനയിച്ചു പോയാൽ മാത്രമേ അങ്ങേരുടെ കൂടെ ജീവിക്കാൻ പറ്റൂ എന്ന് എല്ലാവർക്കും തോന്നുന്ന രീതിയിലായിരുന്നു ചേച്ചിയുടെ പ്രകടനം. എന്തായാലും ഞങ്ങളിത് മനസ്സിലാക്കി പെരുമാറി. നന്നായി നിന്നാൽ ഞങ്ങൾക്ക് കോഴ്സ് മുഴുവനും അവിടെ കഴിയാൻ പറ്റും. അതാണ് നമ്മളുടെയും. വേറെ നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കൂട്ടുകാരന് മഞ്ഞപ്പിത്തം പിടിവിട്ടത്. അവൻ നാട്ടിലേക്ക് പോയി. എന്തായാലും 1 മാസം റെസ്റ്റ് വേണമെന്ന് പറഞ്ഞു. ചേച്ചി ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഭർത്താവില്ലാത്ത സമയത്ത് അവന് എക്സ്ട്രാ കുറേ പണവും അയച്ചു കൊടുത്തു. അത് കഴിഞ്ഞ ഒരു ദിവസം പുള്ളിക്കാരൻ എങ്ങോ പോയി കഴിഞ്ഞപ്പോഴേക്കും മുകളിൽ കയറി വന്നു. എന്തായാലും കഷ്ടമായിപ്പോയി. 1 മാസം കഴിഞ്ഞ് അവനിങ്ങി വരും. എന്നാലും അവൻ എവിടുന്നാണ് മഞ്ഞപ്പിത്തം പിടിച്ചത്? ഇവിടുത്തെ നല്ല വെള്ളമാണല്ലോ, ഫിൽറ്റർ വെള്ളമല്ലേ? അത് ചേച്ചി, അവനൊരു കടയിൽ നിന്നില്ലേ എന്തോ സ്ക്വാഷ് പോലെ കലക്കി കുടിക്കുന്നത് വാങ്ങി കുടിക്കും. ഞാൻ എപ്പോഴും പറയും കുടിക്കരുതെന്ന്, പക്ഷെ കുടിക്കും. ആ അതാണ് എന്ന് പറഞ്ഞ് ചേച്ചി അവിടെ ഇരുന്നു. പഴയതുപോലെ ചേച്ചി വിവാഹ ജീവിതത്തിലെ കഥകൾ പറയാൻ തുടങ്ങി. ഞാൻ കേട്ടിരുന്നു. മോനെ, സത്യം പറഞ്ഞാൽ അങ്ങേർക്ക് അമിതമായ സ്നേഹവും സംശയവും ഉണ്ട്. അതുകൊണ്ട് ഒരു സ്ത്രീക്ക് എന്താ പ്രയോജനം? കുട്ടികൾ ഉണ്ടാകാത്തതുകൊണ്ട് അതിന് സമ്മർദ്ദമുണ്ട്. വീട്ടുകാരൊക്കെ വിളിക്കുമ്പോൾ എന്നോട് ചോദിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, എൻ്റെ വീട്ടുകാരെയോ നാട്ടുകാരെയോ ബന്ധുക്കളെയോ ഒത്തിരി ഒന്നും അടുത്ത് കാണേണ്ട ഒരു കാര്യമില്ല, ഇങ്ങനെ വിടില്ല, അതുകൊണ്ട് പ്രശ്നമില്ല. എന്നാലും ഈ ബ്യൂട്ടീഷ്യൻ കാര്യങ്ങൾക്കൊക്കെ വരുന്ന ആൾക്കാരും ചോദിക്കും കുട്ടികളില്ലേ എന്ന്. കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ കുറേ വർഷമായല്ലോ. അതെന്താ ചേച്ചി പ്രശ്നം? പുള്ളിക്ക് എന്താ പ്രശ്നം? ആർക്കാ പ്രശ്നം? അതെന്ത് ചോദ്യമാ? നിനക്ക് ഊഹിച്ചുകൂടെ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, അങ്ങർക്ക് തന്നെ പ്രശ്നം. അല്ല ചേച്ചി, ഞാൻ പൊതുവെ ചോദിച്ചതാണ്. മോനെ, അങ്ങേരില്ലേ അവിടെ ഗൾഫിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് വന്നുകൊണ്ട് ഇപ്പം നോക്കുമ്പം കൗണ്ട് ഇല്ലടാ, ഒന്നുമില്ല. അങ്ങനെ അവസ്ഥയാണ്.
പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിനക്ക് ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിന്നോട് പറയുകയാണെന്ന് തോന്നും. ഏയ് അങ്ങനെയൊന്നുമില്ല ചേച്ചി, ചേച്ചി പറയൂ. എടാ സത്യം പറഞ്ഞാൽ ആൺകുട്ടികളോടോ അല്ലെങ്കിൽ മറ്റാണുങ്ങളോടോ ഒത്തിരി നേരം ഇരുന്ന് വേണ്ടിയിട്ട് കാലം കുറേയായി. എൻ്റെ കൂടെ പഠിക്കുന്ന ആൾക്കാരോട് പോലും ഇങ്ങനെ സംസാരിക്കാൻ എനിക്കൊരു സ്വാതന്ത്ര്യമില്ല. പിന്നെ പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴില്ലേ, ഞാൻ ആൺ പെൺ വ്യത്യാസമൊന്നും നോക്കാതെ എല്ലാവരോടും ഭയങ്കര കമ്പനിയായിരുന്നു. ഇപ്പോൾ അത് നടക്കുന്നില്ല. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ട് ആണുങ്ങളെ കാണുമ്പോൾ എനിക്ക് കൊച്ചു പിള്ളേരാണെന്ന് തോന്നാറില്ല. എൻ്റെ സഹപാഠികളാണെന്നോ അല്ലെങ്കിൽ മുതിർന്ന രണ്ട് പുരുഷന്മാരാണെന്നോ ആണ് എനിക്ക് തോന്നുന്നത്. കാര്യം നിങ്ങൾക്കൊക്കെ പ്രായത്തിൽ കവിഞ്ഞ പക്വതയും സൈസും ഒക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാനൊന്നും മിണ്ടിയില്ല. ചേച്ചി പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ, ഞാൻ പറഞ്ഞു വന്നത് പറഞ്ഞില്ലല്ലോ, കൗണ്ട് മാത്രമല്ല കുറവ്, സംശയവും ചാട്ടവും ഭരണവും ഒക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇങ്ങനെ ഏതോ കോലത്തെ തമ്പ്രാനാണെന്ന്. ഒന്നുമില്ല എൻ്റെ പൊന്നു മോനെ, രാത്രിയായി കഴിഞ്ഞാൽ കാറ്റ് പോയ ബലൂൺ പോലെയാണ്. ഒരു ബലൂണിൻ്റെ കാറ്റ് പോകാൻ എത്ര സമയം വേണം? ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ ചമ്മി ഇരുന്നിട്ട് തലയാട്ടി. ആ, മനസ്സിലാകുന്നുണ്ടെന്ന്. ചിലപ്പോൾ മോൻ ഓർത്തേക്കാം, ശരിയാണ്, ഭർത്താവിന് ചില പ്രശ്നങ്ങളുണ്ട്, എന്നാലും അദ്ദേഹം ഭയങ്കരമായി സ്നേഹിക്കുന്നില്ലെന്ന്. ഒരു സ്നേഹവുമില്ല. ഇങ്ങേർക്ക് ഇതിനെപ്പറ്റി വലിയ പിടിപാടൊന്നുമില്ല. സംശയവും എടുത്തുചാട്ടവും മാത്രമുള്ളൂ. എടുത്തു ചാടുക, കരയ്ക്ക് കയറുക, ഇതല്ലാതെ ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും ഇങ്ങേർക്കറിയില്ല. പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയാണോ ഇതൊക്കെ, ഇതിനൊക്കെ എന്തെങ്കിലും നടപടിക്രമങ്ങളില്ലേ എന്ന് ചോദിച്ചാൽ ഉടനെ പറയും, എനിക്ക് നേരത്തെ കാമുകന്മാരുണ്ടായിരുന്നു, അതിൻ്റെ എക്സ്പീരിയൻസിലാണ് പറഞ്ഞത്, അതുപോലെ എനിക്ക് പറ്റില്ല, ഞാൻ തറവാട്ടുകാരനാണ് എന്നൊക്കെ പറയും. ഇനി ഞാൻ പറഞ്ഞത് കേട്ട് നീ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ല. ഇവിടെ രണ്ട് ആൺകുട്ടികൾ താമസിക്കാൻ വരുന്നു, അതും കോളേജിൽ പഠിക്കുന്ന പയ്യന്മാരെന്ന് പറഞ്ഞപ്പോൾ ഉള്ളാലെ ഞാൻ ഒത്തിരി സന്തോഷിച്ചു. കാര്യം എനിക്ക് നിങ്ങളെ ഒന്ന് കാണുകെങ്കിലും ചെയ്യാമല്ലോ. എൻ്റെ മനസ്സ് അത്രയും ഫ്രസ്ട്രേറ്റഡാ മോനെ. നിങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സാമീപ്യം മുകളിലുണ്ടല്ലോ. അതുമാത്രമല്ല, നിങ്ങൾ താഴത്തെ വശത്തുള്ള ആ അഴയിലൊക്കെ നിങ്ങളുടെ ജോക്കിയും മറ്റും നനച്ചു വിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അടുക്കളയിൽ നിന്ന് നോക്കുമ്പോൾ എന്തോ ഒരു ഉൾക്കൊള്ളൽ പോലെയാണ്. നീ കേട്ടാൽ ചിരിക്കും. ഞാൻ നിങ്ങൾ രണ്ടുപേരും വരുന്നതിന് മുമ്പ് തന്നെ, നിങ്ങളെ കാണുന്നതിന് മുമ്പ് തന്നെ വിചാരിച്ച എന്താണെന്നറിയാമോ? രണ്ട് ചെറുപ്പക്കാർ ഈ വീട്ടിൽ വന്ന് താമസിക്കും. എൻ്റെ ഭർത്താവ് എവിടെയെങ്കിലും പോകുന്ന ദിവസങ്ങളിൽ ഞാൻ രണ്ട് ആൺകുട്ടികളുടെയും മുറിയിലേക്ക് അങ്ങ് ചെല്ലും. അവരെ രണ്ടുപേരെയും മാറി മാറി ഞാൻ എൻ്റെ മായാലോകത്തിലേക്ക് കൂട്ടിക്ഷണിക്കും എന്ന് ഞാൻ വിചാരിച്ചു. നീ ഇത് കേൾക്കുമ്പോൾ ഏതെങ്കിലും കുൽസിത കഥയോ അല്ലെങ്കിൽ കുൽസിത പടങ്ങളുടെ കഥയോ പിന്നെ എൻ്റെ ഭ്രാന്തിൻ്റെ കഥയോ വല്ലതും ആണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയൊന്നുമല്ല. അത്രയ്ക്കും ഞാൻ വെമ്പൽ കൊണ്ട് ഇതൊക്കെ ആഗ്രഹിച്ച് മോഹിച്ചിരുന്നു. നിങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പൊറുതിയില്ല. എൻ്റെ മനസ്സ് കൺട്രോൾ വിട്ട് പലപ്പോഴും പലതും ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും ഞാൻ അത് നിയന്ത്രിച്ചു. എന്തുകൊണ്ടാണെന്ന് നിനക്കറിയാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി ഈ പറഞ്ഞ പോലെ ഭർത്താവിനെ വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുമാത്രമല്ല, സമൂഹത്തെ ഭയക്കണ്ടേ. ചേച്ചിക്ക് ഒരു സദാചാരം കാണുമല്ലോ, മണ്ണാങ്കട്ട. അതൊന്നുമല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും 21 വയസ്സായില്ലല്ലോ. ഞാനിപ്പോൾ വന്ന് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാണെങ്കിൽ കാര്യങ്ങൾ സ്മൂത്തായി നടക്കും. പക്ഷേ ഏജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ടല്ലോ. എല്ലാം നോക്കിയും കണ്ട് വേണമല്ലോ എന്നോർത്താണ് ഞാൻ അനങ്ങായിരുന്നത്. ഇപ്പം നിന്നോട് ഞാൻ ചോദിക്കുകയാണ്, നിനക്ക് 21 വയസ്സ് കഴിഞ്ഞു ചേച്ചി, 3-4 മാസമായി. എങ്കിൽ ഞാൻ ഒരു ലജ്ജയുമില്ലാതെ നിന്നോട് പറയുകയാണ്, ചേച്ചി എപ്പോഴും ഇത് ആഗ്രഹിക്കുന്നു. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ ഏതെങ്കിലും സമയത്ത് എന്നോട് പറയണം, ചേച്ചി ഞാൻ ഓക്കെ ആണെന്ന്. അങ്ങനെയാണെങ്കിൽ ഏത് സമയത്തും തുറന്നു കിടക്കുന്ന ഒരു വാതിലായി നിനക്കെന്നെ കരുതാം. ഏത് സമയത്തും നിനക്കെന്നോട് ആഗ്രഹങ്ങൾ തുറന്നു പറയാം. പക്ഷേ ഇതിൽ നിൻ്റെ പൂർണ്ണ സമ്മതമുണ്ടായിരിക്കണം. എൻ്റെ അവസ്ഥ ഓർത്തിട്ടുള്ള ഒരു ദയ കൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുകൊണ്ടോ ഒന്നും അങ്ങനെയുള്ള ഒരു കൺസിഡറേഷൻ എനിക്ക് വേണ്ട. നിനക്കെന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടമാണെങ്കിൽ, നീ പ്രായപൂർത്തിയായവനാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്കിഷ്ടമുണ്ടെങ്കിൽ എന്നോട് പറയുക, എനിക്കിഷ്ടമാണ്. അതേപോലെ തന്നെയാണ് നിൻ്റെ കൂട്ടുകാരൻ്റെ കാര്യവും. നിങ്ങൾ രണ്ടുപേരും എൻ്റെ അടുത്തുള്ള ആളുകളാണ്. അവനിവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവനോട് ആദ്യം കാര്യം പറഞ്ഞില്ല. ഇനി അവനോട് പറയും, നിന്നോട് പറയുന്നു. ഇനി നിങ്ങളുടെ കോർട്ടിലാണ് പന്ത്.
അതെടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എനിക്ക് അത്യാവശ്യങ്ങളും ആവശ്യങ്ങളുമുണ്ട്. അതുകൊണ്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഞാൻ പറയുകയാണ്, ഒരു രീതിയിലും എന്നെ ഇഷ്ടമില്ലാതെ സിമ്പതിക്ക് വേണ്ടിയിട്ടോ കൗതുകത്തിന് വേണ്ടിയിട്ടോ നിങ്ങൾ ഈ കാര്യങ്ങൾ സമ്മതിക്കരുത്. യഥാർത്ഥത്തിൽ ഇഷ്ടമുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെയുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ഒരു പച്ചപ്പ് നിറയുകയുള്ളൂ. ആർക്കാണ്ട് വേണ്ടി ആരോ എന്തോ എവിടെയോ ആണെന്നുള്ള മനോഭാവമാണെങ്കിൽ അല്ലെങ്കിൽ കൗതുകമാണെങ്കിൽ അത് വർക്കൗട്ട് ആകില്ല. യഥാർത്ഥത്തിൽ സ്നേഹം തോന്നുകയാണെങ്കിൽ എപ്പോഴും വെൽക്കം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും എനിക്ക് എൻ്റെ ഇഷ്ടത്തിൽ ഒന്ന് ജീവിക്കണ്ടേ. എന്തായാലും ഞാൻ എൻ്റെ മനസ്സിലുള്ളത് പച്ചയായിട്ട് പറഞ്ഞു. നിനക്കിഷ്ടമില്ലെങ്കിൽ ഓക്കെ, ഇതാരോടും പറയാതിരിക്കുക എന്നുള്ളത് നിൻ്റെ മാന്യത. എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഇനി നീ തീരുമാനിച്ചിട്ട് എന്നോട് പറയുക. നിൻ്റെ കൂട്ടുകാരനോടും ഇത് ഞാൻ പറയും. അവൻ തീരുമാനിച്ചിട്ട് എന്താണെന്ന് പറയട്ടെ. എനിക്കിതിൽ വേറൊന്നും പറയാനില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചേച്ചി ഇറങ്ങിപ്പോയി. എൻ്റെ മനസ്സ് ആകെ സംഭ്രമത്തിലായി. എസ് പറയാനും നോ പറയാനും പറ്റാത്തൊരവസ്ഥ. ജീവിതത്തിൽ ആദ്യമായി ഒരാൾ തെളിച്ച് എല്ലാം അങ്ങ് പറയുകയാണ്. ഇപ്പോൾ എന്താ പറയുക? എസ് പറയാമെന്ന് ഞാൻ തീരുമാനിച്ചു. പിന്നീട് എൻ്റെ കൂട്ടുകാരനോടും ചേച്ചി ഇത് പറഞ്ഞു. അവനും ഞാനും കൂടി ഫോൺ ഡിസ്കസ് ചെയ്തു. അവനും പറഞ്ഞടാ, എന്തായാലും എനിക്കിപ്പോൾ വരാൻ പറ്റില്ല. ചേച്ചി പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് മാന്യമായൊരു അപ്രോച്ചാണ്. അപ്പോൾ നമ്മൾ ആണുങ്ങളല്ലേ, എങ്ങനെയാ അതിന് എതിർത്ത് പറയുക? അവർ എല്ലാ പോയിന്റും ഇട്ടുകൊണ്ടല്ലേ പറഞ്ഞെന്ന് ചോദിച്ചു. അതും കറക്റ്റാണ്, എല്ലാം അറിയാമല്ലോ. അങ്ങനെ ഞാൻ സമ്മതം പറഞ്ഞോട്ടെ എന്ന് അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഞാൻ വരാൻ താമസിക്കുക, എനിക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് സാരമില്ല, നീ ഇതിന് ഓക്കെ പറയൂന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് കേട്ടപ്പോൾ പിന്നെ എനിക്ക് ഒന്നും പറയാനില്ലായിരുന്നു. ഞാൻ ഓക്കെ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ പോകുന്നതനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സുദിനമെന്ന് ചേച്ചി പറഞ്ഞു. ഞാൻ കാത്തിരുന്നു. എന്തായാലും 1.5 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ സുദിനം വന്നെത്തി. ചേച്ചി പറഞ്ഞു, ഇന്ന് രാത്രി 10:30 മുതൽ വെളുപ്പിനെ 4:30 വരെ നമ്മളുടെ മുഹൂർത്തമാണെന്ന്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ചേച്ചി വന്നു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു, ഒന്നും ടെൻഷൻ്റെ ആവശ്യമില്ല, ഇന്ന് നമ്മളുടെ ദിവസമാണ്. ചേച്ചി എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുക്കാൻ മിടുക്കിയായിരുന്നു. പക്ഷെ എനിക്കൊന്ന് ഉറപ്പായി, ചേച്ചി ഭർത്താവിനെക്കുറിച്ച് കുറ്റം പറഞ്ഞെങ്കിലും മുൻപ് ഒത്തിരി അനുഭവങ്ങളിൽ കൂടി കടന്നുപോയ ഒരു മണിമങ്കയാണ്. ഇപ്പോൾ തടവിലാക്കപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ചേച്ചിക്ക് പ്രശ്നങ്ങൾ. അല്ലെങ്കിൽ ചേച്ചി പാറിപ്പറന്ന് നടന്നേനെ എന്നെനിക്ക് തോന്നി. എന്തായാലും ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്ത ഒരു രാത്രിയായിരുന്നു അത്. ആദ്യമേ ചേച്ചി എന്നോട് പറഞ്ഞത് ഇന്ന് 3 പരീക്ഷയെങ്കിലും എഴുതണമെന്ന്. ചേച്ചിയുടെ അത്യുത്സാഹത്താൽ 4 മണിക്കുള്ളിൽ അതൊക്കെ സംഭവിക്കുകയും ചെയ്തു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്ന് വെച്ചാൽ എൻ്റെ സുഹൃത്ത് വരുന്ന ആ സമയത്തിനുള്ളിൽ 5 ദിവസങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി കിട്ടി. അതൊരു മഹാഭാഗ്യമായി ഞാൻ കരുതി. എൻ്റെ സുഹൃത്ത് വന്നതിൽ പിന്നെ ചേട്ടനും എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ നാൾ അദ്ദേഹം എങ്ങും പോയില്ല. അപ്പോൾ പിന്നെ അവൻ കാത്തിരിക്കുകയല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. അങ്ങനെ കുറച്ച് നാൾ കടന്നുപോയി. ചേച്ചി മുകളിലേക്ക് വന്നില്ല. ഞങ്ങളെ വാട്സാപ്പിൽ വിളിക്കുകയില്ല. ഞാൻ അങ്ങോട്ട് വിളിക്കാനും പോയില്ല. ചേട്ടനാണെങ്കിൽ ദൂരെ എങ്ങും പോയതുമില്ല. അത് കഴിഞ്ഞൊരു ദിവസം ചേട്ടൻ വന്ന് ഞങ്ങളെ 2 പേരെയും കണ്ടു. എനിക്ക് നിങ്ങൾ 2 പേരുടെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഇവിടുന്ന് താമസം മാറ്റണം. അയ്യോ ചേട്ടാ, ഞങ്ങൾ എവിടെ പോകുന്നത്? പേടിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഒരു വീട് ഒഴിഞ്ഞു കിടപ്പുണ്ട്. ആ വീട്ടിലേക്ക് നിങ്ങളെ താമസം മാറ്റുകയാണ്. ഇവിടെ കുറച്ച് റിന്യൂവൽ വർക്കൊക്കെ ഞങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ടാണ് കേട്ടോ. ആ വീട് നിങ്ങൾക്ക് എത്ര കാലം വേണമെങ്കിലും നല്ല രീതിയിൽ ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. ഒന്ന് വന്ന് കാണുമെന്ന് പറഞ്ഞ് ചേട്ടൻ ഞങ്ങളെ കൊണ്ടുപോയി. നല്ല സൗകര്യമുള്ള വീട്, ഒരു പ്രശ്നവുമില്ല. 2 ദിവസം കൊണ്ട് ഞങ്ങൾ അവിടേക്ക് മാറി. ചേച്ചിയോടൊന്നും പറയാനോ അല്ലെങ്കിൽ മൊബൈലിൽ വിളിച്ചിട്ട് ചേച്ചി എടുത്തതുപോലുമില്ല. വാട്സാപ്പിലും റിപ്ലൈ ഇല്ല. ഞങ്ങൾ ആ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല, നല്ല സൗകര്യമൊക്കെയാണ്. 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ വീട്. ഞങ്ങളിവിടെ വന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി ഞങ്ങളെ വാട്സാപ്പിൽ ബ്ലോക്ക് ചെയ്തു. എന്താണിതിന് പിന്നിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. പക്ഷേ 1.5 മാസത്തിന് മുമ്പ് ചേട്ടൻ വന്നപ്പോൾ പറഞ്ഞു, ചേച്ചി ഇവിടെ ഇല്ല, വീട്ടിലേക്ക് പോയിരിക്കുകയാണ്, വിശേഷമുണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാൻ പോയത്. നല്ല സന്തോഷത്തിലാണ്, ഒരു പ്രശ്നവുമില്ല, ഞങ്ങൾക്ക് നല്ല സൗകര്യങ്ങളുമുണ്ട്. എന്നാലും ഈ ദുരൂഹത മാഡത്തിന് മനസ്സിലായി കാണുമല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതെല്ലാവർക്കും മനസ്സിലായി. കേൾക്കുന്നവരാരും പൊട്ടന്മാരൊന്നുമല്ലല്ലോ. അവരെ ഈ പറഞ്ഞ സമയത്ത് നിങ്ങളുമായിട്ട് അടുത്തു. അവർക്ക് വേറെ ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ആ റിസൾട്ട് അവർക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ ഇതിനിടയ്ക്ക് നിങ്ങൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് മനസ്സിലായതുകൊണ്ട് നിങ്ങളെ 2 പേരെ അവിടെ നിന്ന് മാറ്റുക. അപ്പം നിങ്ങളവിടെ അങ്ങ് ഇല്ലാത്ത സാന്നിധ്യത്തിലാണ് ഇങ്ങനൊരു സംഭവം നടന്ന് വിശേഷമുണ്ടായത്. അപ്പോൾ ഭർത്താവിൻ്റെ വിശേഷം തന്നെ ആയിരിക്കുമല്ലോ
ഉണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുത്തി തീർക്കാൻ വേണ്ടി അവർ കളിച്ചൊരു നാടകമാണ്. നിങ്ങളെ അവർ വേദനിപ്പിച്ചതുമില്ല, എന്നാൽ ദൂരെ ഒരു സ്ഥലത്താക്കി നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് എല്ലാം കട്ട് ചെയ്ത് അവർ അവരുടെ ജീവിതം സേഫ് ആക്കിയതാണ്. അപ്പം അതിൻ്റെ പുറകെ പോകാതിരിക്കുക. അവിടെ അവരെന്തോ ലക്ഷ്യമിട്ടു, അതവർ നടന്നു. നിങ്ങളെ ദ്രോഹിച്ചില്ല, ആരെയും ദ്രോഹിച്ചില്ല, ഒന്നുമില്ലാതെ അവർ അവരുടെ പാട്ടിന് പോയി. അതിൻ്റെ പുറകെ പോയിട്ട് നിങ്ങൾ ദുഃഖിക്കുകയോ ഇതിലിടപെടാൻ പോവുകയോ ഒന്നും ചെയ്യരുത്. എല്ലാം കുളമാകാനുള്ള സാധ്യതകളും അവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. ആരാണതിന് കാരണക്കാരെന്ന് ഓർത്തിട്ട് ദുഃഖിക്കേണ്ടി വരില്ല. കളിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് ഉണ്ടല്ലോ, അങ്ങനെ അങ്ങ് വിചാരിക്കുക. അല്ലാതെ ആവശ്യമില്ലാത്ത വള്ളിയുടെ പുറകെ പോകാതിരിക്കുക. സേഫായി പഠിച്ച് രക്ഷപ്പെടുക. അവർ മാറിയപ്പോൾ നിങ്ങൾ മാറുക, അതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിന് പുറകെ ചിന്തകൾ കൊണ്ടുകൂടി പോയാലും പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. സ്വസ്ഥവും സമാധാനവുമായി ജീവിക്കുക. ജീവിതത്തിൽ നടന്നിട്ടുള്ള ഒരു കൗതുകകരമായ കാര്യം എന്ന് മാത്രം കരുതുക. അതിൽ ഉപരിയായിട്ട് ചിന്തിക്കരുത്. ചിന്തിച്ചാൽ പ്രശ്നമാണ്.